ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മുടെ കുടുംബത്തിൽ ആദ്യം ജനിച്ച കുഞ്ഞാ അവള്. ഇതുവരെ ആരും അവളെ കരയിച്ചിട്ടില്ല. നിങ്ങളായിട്ട് നീ അവളെ കരയിക്കരുത്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ അനൂപിനെ ജാമ്യത്തിലിറക്ക്. ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ അവനെ രക്ഷിച്ചോളാം. നീയും നിന്റെ അനിയത്തെയും കൂടെ അവിടെ സുഖമായിട്ടങ്ങ് ജീവിച്ചോ. അമ്മേ, മിണ്ടി പോരുത് നീ. നിന്റെ അനിയത്തി ഉണ്ടല്ലോ അവിടെ. അനൂപ് ജയിലിലായിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല അവള്. എന്റെ പോലെ ആരെങ്കിലും കൊന്നാ പോലെ നിങ്ങൾക്കൊന്നുമില്ലല്ലോ. പ്രേമം തലക്കി പിടിച്ച് അവന്റെ കൂടെ ഒളിച്ചോടിപ്പോയതാ നിന്റെ അനിയത്തി. അതിന് കൂട്ടുനിന്നത് നീയും. പക്ഷെ നിങ്ങൾ രണ്ടുപേരെ കൈപിടിച്ച് നടത്തിയതും വളർത്തിയതും ഒക്കെ അവനാ. അത് നിങ്ങൾ മറക്കരുത്. അച്ഛനെ പോലെ അല്ലേടി അവൻ നിങ്ങളെ നോക്കിയത്. നിന്റെ അനിയത്തിക്ക് ഇപ്പൊ ഞങ്ങളെ വലിയ പുച്ഛവാ. ഇതൊക്കെ മറന്ന ദൈവം പോലും പുറക്കത്തില്ലെന്ന് നീ അവളോട് പറഞ്ഞേക്ക്. സച്ചേട്ടാ, എന്താ സച്ചേട്ടാ ഇത്? അമ്മ എന്തിനാ ഇത്രയ്ക്ക് ചൂടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അനൂപേണ്ണെ രക്ഷിക്കാൻ നമ്മളൊന്നും ചെയ്യുന്നില്ലെന്നുള്ള മട്ടിലാ അമ്മ സംസാരിച്ചത്. എനിക്ക് തിരിച്ചു പറയാനുള്ള അവസരം പോലും തന്നില്ല. ആവണിമോള് സ്വപ്നം കണ്ട് കരഞ്ഞു എന്നല്ലേ പറഞ്ഞത്? സച്ചേട്ടാ, ആരെ വിളിച്ചാ ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ പറ്റും? ACP കാർത്തികിനെ വിളിച്ചു. കമ്മീഷണർക്ക് പരാതിയും കൊടുത്തു. കാര്യങ്ങളിപ്പോ നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാ നെല്ലിശ്ശേരിയും വൃന്ദാവനവും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവും. നമ്മൾ ചേർത്ത് പിടിച്ച ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടായി പോവും. അവർക്കൊരു ആപത്ത് വരുമ്പോ രക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? എടോ, താനിങ്ങനെ വിഷമിക്കല്ലേ. താനൊന്ന് സമാധാനപ്പെട്, എല്ലാം ശരിയാവും. അനുപേട്ടനെ രക്ഷിക്കാനാ നമ്മൾ ശ്രമിക്കുന്നത്. അമ്മ തന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല ഇതൊന്നും. അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. അമ്മയുടെ മകനെ ലോക്കപ്പിൽ കിടക്കുന്നേ. അത് അമ്മയ്ക്കുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ്. അച്ഛനെ കാണാതെ ആവണിമോട് കരഞ്ഞ പിന്നെ അവരെന്ത് ചെയ്യും? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ ഒരു കാര്യം താൻ മറക്കരുത്. തന്റെ വയറ്റിൽ നമ്മുടെ ജീവനുണ്ട്. ഈ ലോകത്ത് മറ്റൊന്നും എന്നെ തളർത്തില്ല. പക്ഷേ തന്റെ കണ്ണീരിന് മുന്നിൽ ഞാൻ തോറ്റുപോകും. താൻ വിഷമിക്കരുത്. തന്റെ കൂടെ ഞാനുണ്ട്. അനുപേട്ടനെ നമ്മൾ ജാമ്യത്തിലിറക്കിയിരിക്കും.